നിങ്ങൾക്ക് എന്ത് ഉപയോഗിച്ചിട്ടും താരനും സ്കാൽപ്പിലെ ചൊറിച്ചിലും മാറുന്നില്ല എന്ന് പറയുന്നവർ ഈ പെപ്പർ താളി ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഹെയർ കെയർ വീഡിയോ ആണ്. നമ്മൾ ഇന്ന് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു താളിയാണ് കേട്ടോ ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മുടെ ചാനലിൽ നമ്മൾ ഇതുവരെ ചെയ്യാത്തൊരു താളിയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാത്തൊരു താളിയൊന്നും ആയിരിക്കില്ല കേട്ടോ. ചിലർക്കൊക്കെ അറിയുന്ന താളിയായിരിക്കും. പണ്ട് കാലത്ത് നമ്മുടെ അമ്മമ്മമാരും മുത്തശ്ശിമാരൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു താളിയാണ് കേട്ടോ. ഞാൻ മുമ്പ് ഇത് ചെയ്തിട്ടുണ്ട്, പക്ഷെ നമ്മുടെ ചാനലിൽ വീഡിയോ ആയിട്ട് ഇതുവരെ ചെയ്തിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു താളിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ എന്ത് ചെയ്തിട്ടും ഇപ്പോൾ താരനൊന്നും മാറുന്നില്ല, നിങ്ങളുടെ സ്കാൽപ്പിൽ ഇച്ചിങ്ങിൻ്റെ പ്രശ്നം, ചൊറിച്ചലിൻ്റെ പ്രശ്നം കുറേ പേര് പറയുന്നതാണ്. സ്കാൽപ്പ് വല്ലാണ്ട് എപ്പോഴും ചൊറിച്ചലാണ്, താരൻ ഇങ്ങനെ അടിഞ്ഞുകൂടി കിടക്കുന്നുണ്ട് എന്നുള്ളത്. അങ്ങനത്തെ പ്രശ്നമുള്ളവരാണെങ്കിൽ നിങ്ങൾ ഈ താളി ഒരു തവണയെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഉറപ്പായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഞാൻ ഇന്ന് പറമ്പിലേക്ക് വന്ന് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നിങ്ങൾക്ക് താളി വീഡിയോ ആയിരിക്കും എന്നുള്ളത്. പിന്നെ ഇത് നമ്മുടെ അത്തിമരമാണ് കേട്ടോ. ഞാൻ ഇതിന് മുമ്പ് നിങ്ങൾക്ക് അത്തിമരം ചെറുതായിരുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് കായ്ച്ചിട്ടുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ അത്തി ഉപയോഗിച്ചിട്ടുള്ള താളിയൊന്നും അല്ല. നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് കുരുമുളക് തണ്ട് താളിയാണ് കേട്ടോ. പെപ്പർ താളിയാണ്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടത്, ഏത് തണ്ടൊക്കെയാണ് എടുക്കേണ്ടത് എന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെ നിങ്ങൾ ഈ ഒരു കുരുമുളക് തണ്ട് താളീനെ കുറിച്ച് ഇതുവരെ കേൾക്കാത്തവരൊക്കെ ആണെങ്കിൽ വീട്ടിലെ അമ്മമ്മമാരും മുത്തശ്ശിമാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചു നോക്കിയാൽ മതി കേട്ടോ. അവരൊക്കെ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന താളിയായിരിക്കും. അവരോടൊക്കെ ചോദിച്ചാൽ അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട താളിയും ഏറ്റവും റിസൾട്ട് കിട്ടിയ താളി എന്ന് പറയുന്ന ഈ ഒരു താളിയായിരിക്കും. ഞാൻ മുമ്പ് ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ അമ്മമ്മയൊക്കെ ഇങ്ങനെ എനിക്ക് തയ്യാറാക്കി തന്നിട്ട് അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പം പിന്നെ നമ്മൾ അതൊന്നും മെനക്കെടാറില്ലാത്തത് കൊണ്ട് ഉപയോഗിക്കാറില്ല. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ താരൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു താളി റിസൾട്ട് കിട്ടും. പിന്നെ കുരുമുളകിൻ്റെ തണ്ട് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മെയിൻ ആയിട്ടുള്ള തണ്ടൊക്കെ മുറിച്ചിട്ട് വീട്ടിൽ നിന്ന് വഴക്കേക്കാൻ നിൽക്കരുത്. എങ്ങനത്തെ തണ്ട എടുക്കണ്ടേന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇതിപ്പോൾ കണ്ടോ, ഇത് കുരുമുളകിൻ്റെ പിന്നെ ഈ വള്ളിയുടെ താഴത്ത് കൂടെ പോയിട്ടുള്ള വള്ളിയാണ് കേട്ടോ. ഇത് നമ്മൾ നടാൻ ഉപയോഗിക്കുന്ന വള്ളിയാണ്. അപ്പോൾ ഇതുപോലത്തെ വള്ളി എടുക്കുകയാണെങ്കിലാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ വള്ളി. അല്ലാണ്ട് നമ്മൾ മെയിൻ ആയിട്ടുള്ള വള്ളിയൊക്കെ മുറിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുരുമുളക് മൊത്തത്തിൽ നാശമായി പോവും. ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റിയ വള്ളി എന്താണെന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ മരത്തിൻ്റെ മുകളിലേക്ക് കയറി പോയിട്ട് മരത്തിൽ കയറാതെ താഴത്തേക്ക് വരുന്ന വള്ളിയുണ്ട്. അത് നമുക്ക് നടാനും ഉപയോഗിക്കാൻ പറ്റില്ല, അത് കായ്ക്കൂല. അങ്ങനത്തെ വള്ളി ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാം കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇതവിടെ താഴത്ത് കൂടെ പോയിട്ടുള്ള വള്ളിയുണ്ട്, അതാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ച് ഇലയും എടുക്കുന്നുണ്ട്. ഇല എടുക്കുന്നതും നല്ലതാണ്, തണ്ടും ഇലയും കൂടി എടുക്കുക. തീരെ തളിരായിട്ടുള്ള തണ്ട എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കുറച്ചിങ്ങനെ മൂപ്പുള്ള തണ്ട എടുക്കുന്നതാണ് നമുക്ക് കുറച്ചും കൂടി റിസൾട്ട് കിട്ടുക കേട്ടോ. ഒരുപാടൊന്നും ആവശ്യമില്ല, നമുക്കൊരു താളി തയ്യാറാക്കാനല്ലേ, അപ്പോൾ കുറച്ചും മതി. അപ്പോൾ നിങ്ങൾ അറിയാത്തവരുണ്ടെങ്കിൽ അറിഞ്ഞോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇത് കാണിച്ചു തരുന്നത്. ഞാൻ ഒന്നും കൂടി പറയുകയാണ്, മരത്തിൽ പോയിട്ട് മെയിൻ ആയിട്ടുള്ള തണ്ടൊന്നും കട്ട് ചെയ്ത് കളയരുത്. നമ്മളെ വീട്ടുകാർ ശരിയാക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. അറിയാത്തവരുണ്ടെങ്കിൽ വീട്ടിൽ അമ്മേനോടോ അച്ഛനോടൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ കട്ട് ചെയ്ത് തരും കേട്ടോ. നിങ്ങൾ പോയിട്ട് കട്ട് ചെയ്യാൻ നിൽക്കണ്ട. അപ്പോൾ ഞാൻ വേറെ വള്ളി ഉണ്ടെങ്കിൽ കറക്റ്റായിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, ഇവിടെ ഇങ്ങനെ ഇത് കണ്ടോ, നിലത്ത് കൂടെ താഴത്ത് കൂടെ പോയിട്ടുള്ള വള്ളിയാണിത്. ഇത് നമുക്ക് ഉപയോഗം അല്ലാത്ത വള്ളിയാണ് കേട്ടോ. നടാനൊക്കെ എടുക്കും, പക്ഷെ നമുക്ക് പിന്നെ കായ്ക്കാത്ത വള്ളിയാണ്. അപ്പോൾ ഇത് നമുക്ക് ഇവിടുന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇത് കണ്ടോ, നല്ല തണ്ടും ഉണ്ട്, അത്യാവശ്യം ഇലയും ഉണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒക്കെ കുരുമുളകൊക്കെ ഉള്ള പറമ്പൊക്കെ ആണെങ്കിൽ ഇതുപോലെ നിങ്ങൾക്ക് താഴത്ത് കൂടെ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. അത് നിങ്ങൾ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് നമ്മൾ താളിക്ക് മാത്രമല്ല, നമ്മളിങ്ങനെ പണ്ട് കാലത്തൊക്കെ കേട്ടോ, ഇപ്പോൾ ഒന്നും നമ്മളിങ്ങനെയൊന്നും ഉപയോഗിക്കില്ല. ഇപ്പോൾ ഒക്കെ നമുക്ക് എന്തെങ്കിലും വന്നാൽ നമ്മൾ പെട്ടെന്ന് വേറെ മരുന്നുകളും കാര്യങ്ങളൊക്കെ അല്ലേ നോക്കുക. പണ്ടിങ്ങനെ നമ്മളെ ശരീരത്തിൽ ചൊറിച്ചലോ കാര്യങ്ങളോ റാഷസോ ഒക്കെ വരുന്ന സമയത്ത് ഇങ്ങനത്തെ കുരുമുളക് തണ്ട് എടുത്തിട്ട് ഇതൊക്കെ നമ്മുടെ മേത്ത് ഉരച്ച് കുളിപ്പിക്കുക, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ചെറിയൊരു ഓർമ്മയുണ്ട്, ചെറുപ്പത്തിലൊക്കെ അങ്ങനെ കാണിച്ചു തന്നില്ല, ചെറിയൊരു ഓർമ്മയുണ്ട്. ഇപ്പോഴൊന്നും ആർക്കും അത് അറിയില്ല. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ അമ്മമ്മമാരോടൊക്കെ ചോദിക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് അറിയാൻ വേണ്ടി പറ്റും കേട്ടോ. അപ്പം ഞാനിതാ അത്യാവശ്യം കുരുമുളക് തണ്ടും കുറച്ച് ഇലയും എടുത്തിട്ടുണ്ട്. ഇത്ര മതിയാവും കേട്ടോ, ഒരുപാട് അളവിലൊന്നും ആവശ്യമില്ല. പിന്നെ എന്താ പറയുക, ഒരുപാട് മുടിയൊക്കെ ഉള്ളവരാണെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾ ഈ ഒരു അളവിൽ തന്നെ എടുത്താൽ മതി. അപ്പോൾ ഈ ഒരു കുരുമുളക് തണ്ട് ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് താളി തയ്യാറാക്കേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്, കുരുമുളകിൻ്റെ തണ്ട് എടുക്കുമ്പോൾ എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് നോക്കിയിട്ട് മാത്രം നിങ്ങൾ ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ഈ കുരുമുളകിൻ്റെ തണ്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം കേട്ടോ. നമ്മളിപ്പോൾ വാഴയിലേക്ക് വാട്ടിയെടുക്കില്ലേ, അതേപോലെ വാട്ടിയെടുക്കണം. അപ്പോൾ ഞാനിവിടെ നമ്മുടെ ഗ്യാസിൻ്റെ മേലേക്ക് വെച്ചിട്ടാണ് കേട്ടോ വാട്ടിയെടുക്കുക. ആദ്യമുള്ളവർ ഇങ്ങനെയൊന്നും അല്ല ചെയ്യുക, കനലിലൊക്കെ വെച്ചിട്ട് അടുപ്പിലൊക്കെ ഇട്ടിട്ടാണ് വാട്ടിയെടുക്കുക. നമ്മളിപ്പോൾ എന്തായാലും എളുപ്പപ്പണിയാണല്ലോ, അപ്പോൾ നമ്മൾ ഗ്യാസിൻ്റെ മേലേക്ക് വെച്ചിട്ടാണ് കേട്ടോ വാട്ടിയെടുക്കുന്നത്. അത്യാവശ്യം നന്നായിട്ട് തന്നെ നമ്മളിത് വാട്ടിയെടുക്കണം, എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു കുഴമ്പൽ പരുവത്തിലുള്ള ആ ഒരു താളി നമുക്ക് കിട്ടുകയുള്ളൂ. പിന്നെ ചിലവരൊക്കെ വാട്ടാതെ ഡയറക്റ്റ് ആയിട്ട് തന്നെ ഇങ്ങനെ ചെയ്യലുണ്ട്, പക്ഷെ
നമുക്ക് അങ്ങനെ ആകുമ്പോൾ വെള്ളം പോലെയാണ് കിട്ടുക. ആ ഒരു താളിയുടെ ഫോമിൽ നമുക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വാട്ടിയെടുത്തിട്ട് തന്നെ നിങ്ങൾ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, അത്യാവശ്യം നന്നായിട്ട് തന്നെ ഞാനിത് വാട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ വാട്ടിയെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്തതായിട്ട് നമ്മൾ ഈ വാട്ടിയെടുത്തിട്ടുള്ള കുരുമുളകിൻ്റെ തണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ചതച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ ഉള്ളിലേക്ക് ഇട്ടിട്ട് നമ്മുടെ ചുറ്റികയില്ലേ, ചുറ്റിക ഉപയോഗിച്ചിട്ട് അടിച്ച് ചതച്ചെടുക്കുകയാണ് കേട്ടോ ഞാൻ ചെയ്യാറുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അമ്മിക്കല്ലിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരലൊക്കെ ഉണ്ടെങ്കിൽ ഒരലിലൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ചതച്ചെടുക്കാം. ഞാൻ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത്. അപ്പോൾ ഈ രീതിയിൽ ചെയ്യണമെങ്കിൽ ഈ രീതിയിൽ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വേറെ രീതിയൊക്കെ ഉണ്ടെങ്കിൽ ആ രീതിയിൽ നിങ്ങൾക്ക് ചതച്ചെടുക്കാം. ചതച്ചെടുത്തിട്ട് തന്നെ നമ്മൾ താളി തയ്യാറാക്കണം. എന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ആ നീര് കംപ്ലീറ്റ് ആയിട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു നീര് കംപ്ലീറ്റ് ആയിട്ട് കിട്ടൂല. നീര് കിട്ടിയാൽ മാത്രമേ നമുക്ക് ആ ഒരു കുഴമ്പിൽ ഫോമിലുള്ള താളി കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ നിങ്ങൾ ചതച്ചെടുക്കുക. അപ്പം ഞാനിതാ ഇത് നന്നായിട്ട് തന്നെ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ചതയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക, നന്നായിട്ട് തന്നെ ചതയ്ക്കണം, എന്നാൽ മാത്രമേ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുള്ളൂ. ഇതിൻ്റെ സത്ത് മൊത്തത്തിൽ നമുക്ക് ആ വെള്ളത്തിൽ കിട്ടണമെങ്കിൽ നന്നായിട്ട് ചതച്ചെടുക്കണം. പിന്നെ നന്നായിട്ട് വാട്ടിയെടുക്കാനും നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി നമുക്കൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിതാ കുറച്ച് വെള്ളം എടുത്തുള്ളൂ, ഒരുപാട് വെള്ളമൊന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് താളി എത്രമാത്രം വേണോ അതിനനുസരിച്ച് നിങ്ങൾ വെള്ളം എടുക്കുക. എന്നിട്ട് നമുക്ക് ചതച്ചിട്ടുള്ള കുരുമുളകിൻ്റെ തണ്ട് നമുക്ക് ആ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കൂടുതലായിട്ട് താളി വേണമെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ വെള്ളം ചേർക്കണം. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇത് നമ്മൾ ഞെക്കി പിഴിഞ്ഞെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളിത് വാട്ടിയിട്ടുണ്ട്, ചതച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഞെക്കി പിഴിഞ്ഞെടുക്കുമ്പോൾ ഇതിനകത്ത് എന്താ പറയുക, അത്യാവശ്യം നന്നായിട്ട് തന്നെ അതിൻ്റെ കളറൊക്കെ നമുക്ക് ആ വെള്ളത്തിൽ കിട്ടും. പിന്നെ അങ്ങനെ വലിയ രീതിയിൽ കുഴമ്പ് പരുവത്തിൽ നമുക്ക് ഈ താളി കിട്ടില്ല, എങ്കിലും ചെറിയൊരു കുഴമ്പ് പരുവത്തിലാണ് നമുക്കിത് കിട്ടുക. അപ്പോൾ നന്നായിട്ട് തന്നെ നമ്മുടെ കൈ കൊണ്ട് ഇത് നമുക്ക് ഞെക്കി പിഴിഞ്ഞെടുക്കാം. പിന്നെ ഈ ഒരു താളി ചെറിയൊരു നീറ്റലുണ്ടാവും കേട്ടോ. നിങ്ങൾക്ക് അറിയാലോ ഇത് കൊടിവള്ളിയാണ്. അപ്പോൾ ചെറിയ രീതിയിലുള്ള എരിവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നമ്മൾ ഉള്ളിയൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ പിന്നെ എന്താ പറയുക സ്കാൽപ്പിലൊക്കെ ചെറിയ മുറിവുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് ചെറുതായിട്ടൊരു പുകച്ചിലുണ്ടാവില്ലേ, അതുപോലെ തന്നെയാണ് കേട്ടോ. അത് വലിയ കാര്യമാക്കാനൊന്നുമില്ല, എങ്കിലും ചെറിയൊരു പുകച്ചിലുണ്ട്. അത് കണ്ടിട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം ഞാനിത് അത്യാവശ്യം നന്നായിട്ട് തന്നെ ഞെക്കി പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, കൊടിവള്ളിയുടെയൊക്കെ പരിപ്പ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നന്നായിട്ട് തന്നെ ഞെക്കി പിഴിഞ്ഞെടുക്കുക. ഇപ്പോൾ ഇതുണ്ട്, ഇങ്ങനെ പിഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ല കുഴമ്പല് പരുവത്തിലുള്ള ഒരു വെള്ളം കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ കിട്ടണം കേട്ടോ. അപ്പോൾ ഒരുപാട് കൂടിയ അളവിൽ വെള്ളം എടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ കിട്ടില്ല, നമുക്ക് വെള്ളം പോലെ ആയിപ്പോവും. അപ്പോൾ ആവശ്യത്തിന് മാത്രം നിങ്ങൾ വെള്ളം എടുക്കുക. ഞാനിപ്പോൾ ഏകദേശം ഒരു 1.5 ഗ്ലാസ് വെള്ളമൊക്കെയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ മൊത്തമായിട്ട് ഞെക്കി പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു തുണി ഉപയോഗിച്ചിട്ട് നമുക്കിത് അരിച്ചെടുക്കാം. അപ്പോൾ ഇത് നമുക്ക് കളയാട്ടോ, എന്നാലും ഇതിനകത്ത് കണ്ടോ അത്യാവശ്യം നന്നായിട്ട് പൊടിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു തുണി ഉപയോഗിച്ചിട്ട് അരിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ കുരുമുളക് തണ്ട് ഉപയോഗിച്ചിട്ടുള്ള താളി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല ബ്രൗൺ കളറിൽ നല്ലൊരു താളി ഫോമിലാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് മുടിയിൽ ഉപയോഗിക്കേണ്ടതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ പെപ്പർ താളി മുടിയിൽ ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് മുടിയിൽ കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കണം കേട്ടോ. നമ്മൾ സാധാരണ പിന്നെ നമ്മൾ താളി തേക്കുമ്പോൾ ഓയിൽ തേക്കുന്നില്ല, അതേപോലെ തന്നെ ഡ്രൈ ആയിട്ടുള്ള ഹെയറിലേക്ക് തേക്കരുത്. അങ്ങനെ തേക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മുടി ഒരുപാട് ഡ്രൈ ആയി പോകും കേട്ടോ. അപ്പോൾ കുറച്ച് ഓയിൽ, നിങ്ങൾ ഏത് എണ്ണയാണോ ഉപയോഗിക്കുന്നത് അത് കുറച്ച് എടുക്കുക. എന്നിട്ട് മുടിയിലും സ്കാൽപ്പിലും കംപ്ലീറ്റ് ആയിട്ടൊന്ന് തേച്ച് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് താളി തേക്കാം കേട്ടോ. പിന്നെ ഈ പണ്ടൊക്കെ എന്താ പറയുക, നമ്മൾ ഈ പ്രസവരക്ഷ അങ്ങനത്തെ സമയത്തൊക്കെ കൂടുതലായിട്ടും ഈ താളിയായിരുന്നു ഉപയോഗിച്ചിട്ടുള്ളതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ ഉപയോഗിച്ചിട്ടില്ല, പക്ഷെ അങ്ങനെയൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. ഏറ്റവും നല്ലതാണ്. ഇപ്പോൾ സ്കിന്നിലൊക്കെ ഇങ്ങനെ റാഷസ് ഞാൻ പറഞ്ഞല്ലോ, അതൊക്കെ പോകാൻ വേണ്ടി നല്ല. അപ്പോൾ എന്തായാലും നമ്മുടെ സ്കാൽപ്പിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫെക്ഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കളയാനായിട്ട് എന്തായാലും ഈ ഒരു പെപ്പർ താളി നന്നായിട്ട് സഹായിക്കും. കമൻറ്റിൽ കുറച്ച് ദിവസമായിട്ട് ഞാൻ കാണുന്ന ഒരു കാര്യമാണ്, എന്തുപയോഗിച്ചിട്ടും താരം കുറയുന്നില്ല ചേച്ചി എന്നുള്ളത് കേട്ടോ. എൻ്റെ എണ്ണക്കുപ്പി ഇപ്പോൾ താഴെ പോയേനെ. അപ്പം അങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾ, അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്ത് ചെയ്യാൻ തന്നെ കാരണം, എന്തുപയോഗിച്ചാലാണ് താരം പോവുക. ഇപ്പം നമ്മൾ ഉള്ളിയൊക്കെ ചെയ്തിട്ടില്ലേ, ഒരു ചെറിയ രീതിയിലുള്ള താരനൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഉള്ളിയൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെ നല്ല റിസൾട്ട് കിട്ടും കേട്ടോ. എനിക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയിട്ടുള്ളത്, താരം പോകാൻ വേണ്ടിയിട്ട് റിസൾട്ട് കിട്ടിയിട്ടുള്ളത് നമ്മുടെ ഉള്ളിയാണ്. ഉള്ളി എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നൊക്കെ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ അത് ഉപയോഗിച്ചിട്ടും പോവാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പെപ്പർ താളി നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ തയ്യാറാക്കുന്ന രീതി ഞാൻ ഈ പറഞ്ഞു തന്ന രീതിയിൽ തന്നെ ഉപയോഗിക്കണം. ഞാൻ ഇങ്ങനെയാണ് കണ്ടിട്ടുള്ളത്, എനിക്ക് ഇങ്ങനെയാണ് കേട്ടോ അറിയുന്നത്. അപ്പോൾ നിങ്ങൾക്കിനി വേറെ ഏതെങ്കിലും രീതിയിൽ, ഇപ്പം അമ്മമാരും മുത്തശ്ശിമാരൊക്കെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും രീതിയിൽ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അതെന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നമുക്ക് മറ്റുള്ളവർക്കും അത് യൂസ്ഫുൾ ആയിരിക്കുമല്ലോ. അപ്പോൾ എനിക്ക് ഈ ഒരു രീതിയാണ് അറിയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന രീതി ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിതാ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഓയിൽ സ്കാൽപ്പിലും മുടിയിലൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് താളി മുടിയിൽ തേക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ തേച്ച് കഴിഞ്ഞാൽ എൻ്റെ മേത്ത് മൊത്തം, അപ്പോൾ നമുക്ക് മുടി മുന്നോട്ടേക്ക് ഇട്ടിട്ട് നമുക്ക് തേച്ച് കൊടുക്കാം.
അപ്പോൾ നമ്മൾ തേക്കുന്ന സമയത്ത് ഞാനിപ്പോൾ മുടിയിൽ തേക്കാനാണ് പറഞ്ഞത്. മുടിയിലല്ല കേട്ടോ, നമ്മൾ സ്കാൽപ്പിലാണ് നന്നായിട്ട് തേച്ച് കൊടുക്കേണ്ടത്. നമ്മൾ എല്ലാ പാക്കും പറയുന്ന പോലെ തന്നെ സ്കാൽപ്പിൽ എല്ലായിടത്തും ആവുന്ന രീതിയിൽ നിങ്ങൾ നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കുക. ഇപ്പോൾ താരനൊക്കെ എവിടെയൊക്കെയാണോ കൂടുതലായിട്ടുള്ളത് അവിടെ ഇങ്ങനെ തേച്ചിട്ടും എന്ത് തേച്ചിട്ടും താരം പോകുന്നില്ല എന്നൊക്കെ ഉണ്ടാവല്ലോ, അവിടെയൊക്കെ നിങ്ങൾ കൂടുതലായിട്ട് നന്നായിട്ട് തന്നെ തേച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ സ്കാൽപ്പിൽ തേച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ മുടിയിലേക്ക് താഴത്തേക്ക് വന്നോളൂല്ലോ. അപ്പോൾ അങ്ങനെ നിങ്ങൾ തേച്ചാൽ മതി. പിന്നെ തേക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കണ്ണിലൊന്നും ആവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. കുരുമുളകാണ് എന്തായാലും ചെറിയൊരു നീറ്റൽ എരിവൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ കണ്ണിലാവാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. സ്കാൽപ്പിലും മുടിയിലൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ തേച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിതാ എല്ലായിടത്തും നന്നായിട്ട് തേച്ചിട്ടുണ്ട്. തേച്ച് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഒരുപാട് നേരം വെക്കുന്നൊന്നുമില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് സമയം വെക്കണമെങ്കിൽ കുറച്ച് സമയം വെക്കാം. ഒരു 10 മിനിറ്റോ 15 മിനിറ്റ് ഒക്കെ വെക്കണമെങ്കിൽ നിങ്ങൾക്ക് വെക്കാം. ഇനി നിങ്ങൾക്ക് തണുപ്പൊക്കെ പറ്റാത്തവരാണ്, അങ്ങനെ വെക്കാൻ പറ്റില്ല എന്നാണെങ്കിൽ കഴുകാനായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ടും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാനിപ്പോൾ തേച്ചിട്ട് ഒരു 5 മിനിറ്റൊക്കെ ഞാനിങ്ങനെ മസാജൊക്കെ ചെയ്ത് വെച്ചു കേട്ടോ. ഒരുപാട് ഹെവി ആയിട്ട് മസാജ് ചെയ്യേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് നമ്മുടെ സ്കാൽപ്പിൽ എല്ലായിടത്തും ആവാൻ വേണ്ടി മാത്രം നിങ്ങൾ ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് കഴുകാം കേട്ടോ. അപ്പോൾ ഞാനൊരു 5 മിനിറ്റ് വെച്ചിട്ട് ഞാനിപ്പോൾ തന്നെ കഴുകുകയാണ്. അപ്പോൾ കഴുകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ വേറെ താളിയോ ഷാമ്പോ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. വെറുതെ വെള്ളത്തിൽ നല്ല വൃത്തിയായിട്ട് തന്നെ കഴുകിയാൽ മതി. ഇപ്പോൾ നമ്മുടെ സ്കാൽപ്പിലും മുടിയിലും തേച്ചിട്ടുള്ള താളി നമ്മുടെ മുടിയിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് പോകുന്നവരെ നിങ്ങൾ നന്നായിട്ട് തന്നെ കഴുകിയെടുക്കുക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ പാക്കായിട്ട് ഉപയോഗിക്കണമെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാമെന്ന്. ഹെവി ആയിട്ടുള്ള താരൻ്റെ പ്രശ്നമുണ്ട്, എന്ത് ചെയ്തിട്ടും മാറാത്തവരൊക്കെ ആണെങ്കിൽ നിങ്ങളൊരു 10 മിനിറ്റ് ഒക്കെ വെച്ചിട്ട് കഴുകുന്നതാണ് നിങ്ങൾക്ക് കൂടുതലായിട്ട് റിസൾട്ട് കിട്ടുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് അങ്ങനെ ഒട്ടും പാക്ക് ഉപയോഗിക്കാൻ പറ്റാത്തവരാണെങ്കിൽ മാത്രം താളിയായിട്ട് ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മളിപ്പോൾ പെപ്പർ താളിയൊക്കെ തയ്യാറാക്കി അത് ഉപയോഗിച്ച് മുടിയൊക്കെ കഴുകിയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ പെപ്പർ താളിയെക്കുറിച്ച് കേൾക്കാത്തവരാണ്, നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ലതാണ്, നമ്മുടെ സ്കാൽപ്പ് മുടിയൊക്കെ നന്നായിട്ട് ക്ലീൻ ആവാനും ഇൻഫെക്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ മാറ്റിയെടുക്കാനൊക്കെ നന്നായിട്ട് സഹായിക്കുന്നതാണ്. പിന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതൊന്ന് പാച്ച് ടെസ്റ്റ് ചെയ്ത് അലർജി കാര്യങ്ങളൊന്നും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം നിങ്ങൾ ചെയ്യുക കേട്ടോ. പ്രത്യേകം എടുത്തു പറയുന്നത് സെൻസിറ്റീവ് സ്കിൻ ഉള്ളവർക്ക്, പിന്നെ എന്തെങ്കിലും പുതുതായിട്ട് എന്തെങ്കിലും ഉപയോഗിക്കുമ്പോൾ പെട്ടെന്ന് അലർജിക്ക് ആവുന്നവർക്ക് അത് നിങ്ങളോട് ഞാൻ പ്രത്യേകം എടുത്ത് പറയാണ്, പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രമേ നിങ്ങളിത് ഉപയോഗിക്കാൻ പാടുള്ളൂ. പിന്നെ കഴിഞ്ഞ ദിവസം ഞാനൊരു കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു, എങ്ങനെയാണ് നമ്മളിത് പാച്ച് ടെസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ താളി ആയിക്കോട്ടെ ഏതെങ്കിലും പാക്ക് ആയിക്കോട്ടെ തയ്യാറാക്കി ഉപയോഗിക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് പാക്ക് ആയിക്കോട്ടെ താളി ആയിക്കോട്ടെ അത് കുറച്ച് എടുത്തിട്ട് നമ്മുടെ പിന്നെ ചെവിയുടെ സൈഡിലോ കഴുത്തിൻ്റെ സൈഡിലോ നിങ്ങൾ കുറച്ചൊന്ന് തേച്ച് വെക്കുക കേട്ടോ. എന്നിട്ട് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ് അതുപോലെ തന്നെ വെക്കുക. നമുക്ക് എന്തെങ്കിലും അലർജിക്ക് ആണെങ്കിൽ നമുക്ക് അവിടെ തന്നെ അത് അറിയാൻ വേണ്ടി പറ്റും. അങ്ങനെ അലർജിക്ക് ആണെങ്കിൽ നിങ്ങൾ ഉപയോഗിക്കരുത്. അങ്ങനെ ഇവിടെ തേച്ച് വെച്ചിട്ട് കുഴപ്പമൊന്നും ഇല്ലാന്ന് തോന്നുകയാണെങ്കിൽ അത് ഫേസിലാണെങ്കിലും സ്കാൽപ്പിലാണെങ്കിലും ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഈ ഒരു താളി എത്ര തവണ ഉപയോഗിക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അത് മെയിൻ ആയിട്ടുള്ള കാര്യമാണ്. ഞാൻ ഈ പറഞ്ഞു തരുന്ന രീതിയിൽ തന്നെ നിങ്ങൾ ഉപയോഗിക്കണം. ഞാൻ ഇത് മുമ്പ് കേട്ടിട്ടുണ്ട്, ഇങ്ങനെ കുരുമുളകിൻ്റെ താളിയൊക്കെ നമ്മൾ ഡെയിലി മുടിയിൽ ഉപയോഗിക്കുന്നത് നല്ലതാണെന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഉപയോഗിക്കുന്നതിനോട് എനിക്ക് താല്പര്യമില്ല കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളിയുടെ പാക്കൊക്കെ നമ്മൾ പറയില്ല ഡെയിലി ഉപയോഗിക്കാൻ പാടില്ല, ആഴ്ചയിൽ ഒരു തവണ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് പറയില്ലേ, അതുപോലെ തന്നെയാണ് ഈ ഒരു താളിയും. നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു തവണ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ ഉപയോഗിക്കുന്നതാണ് കേട്ടോ നമ്മുടെ മുടിക്ക് ഏറ്റവും നല്ലത്. പിന്നെ നിങ്ങൾക്ക് ഹെവി ആയിട്ടുള്ള താരൻ്റെ പ്രശ്നമുണ്ട്, വല്ലാതെ ഇങ്ങനെ സ്കാൽപ്പൊക്കെ ചൊറിയുന്ന പ്രശ്നമൊക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ മാത്രം ആഴ്ചയിൽ ഒരു 2 തവണയൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതും അടുപ്പിച്ച ദിവസങ്ങളിൽ ഉപയോഗിക്കരുത്. ഒരു 2-3 ദിവസം ഗ്യാപ്പ് കൊടുത്തിട്ട് നിങ്ങൾക്ക് ആഴ്ചയിൽ 2 തവണ ഉപയോഗിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് മാത്രം നിങ്ങൾ ഉപയോഗിക്കാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഞാൻ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞ കാര്യത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വ്യക്തമാവാത്ത കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലൂടെ ചോദിച്ചാൽ മതി, ഞാൻ ഉറപ്പായിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് നമുക്കിനി അടുത്ത ദിവസം കാണാം.